ഗാസയിൽ യുദ്ധം പുനരാരംഭിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ രീതിയിലുള്ള നഷ്ടം ഇസ്രായേലിൽ സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നെതന്യാഹുവിന് പ്രാദേശിക തലത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെതന്യാഹുവിൻ്റെ തീരുമാനത്തിൽ വമ്പൻ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ അരങ്ങേറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശനിയാഴ്ച തലസ്ഥാനമായ ടെൽ അവീവിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് തെരുവിലിറങ്ങിയത്. സർക്കാരിനെതിരെ വൻ പ്രകടനമാണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബെറ്റിന്റെ തലവനായിട്ടുള്ള റോണൾഡ് ബാരനെ സസ്പെൻഡ് ചെയ്യാൻ നെതന്യാഹു അടുത്തിടെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചിലർ കരുതുന്നുണ്ടെങ്കിലും മറുവശത്ത് ഗാസയിലെ പുതുക്കിയ യുദ്ധത്തിൽ പ്രതിഷേധക്കാരും അസന്തുഷ്ടരാണ്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു നല്ല വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ രണ്ട് തീരുമാനങ്ങളും ആയിരക്കണക്കിന് ആളുകളെ ടെൽ അവീവിലെ തെരുവുകളിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും 2021 മുതൽ ഷിൻ ബെറ്റിന് നേതൃത്വം നൽകുന്ന റോണൻ ബാരനെ ഇനി വിശ്വസിക്കുന്നില്ലെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇക്കാരണത്താൽ ഏപ്രിൽ 10 അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും. പ്രധാനമന്ത്രിയുടെ തീരുമാനം വന്നതിന് ശേഷം ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനും തുടങ്ങി. നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇസ്രായേൽ സുപ്രീം കോടതി നടപടിയെടുക്കുകയും സസ്പെൻഷന് താൽക്കാലികമായിട്ടുള്ള സ്റ്റേ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നെതന്യാഹുവിന് സമ്പൂർണ്ണമായി ആൾക്കാർ തിരിഞ്ഞിരിക്കുന്നു. നെതന്യാഹു ഇസ്രായേലിന്റെ ശത്രുവാണ് എന്ന് വരെ ഒരു ഘട്ടത്തിൽ പ്രതിഷേധക്കാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികാരത്തിൽ തുടരാൻ നെതന്യാഹു പുതിയ വഴികൾ തേടുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. നെതന്യാഹുവിന്റെ വിമർശകർ പറയുന്നത് നെതന്യാഹു ഉടനെ തന്നെ രാജിവെച്ചേക്കുമെന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ജനാധിപത്യത്തെ നിരന്തരം ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു എന്നാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും ഈ ആരോപണങ്ങളെല്ലാം നെതന്യാഹു നിഷേധിക്കുന്നു. നെതന്യാഹു ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുവെങ്കിലും പ്രതിഷേധക്കാരുടെ രോഷം ഓരോ നിമിഷം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. ടെൽ അവീവിലെ ഹമീബ സ്ക്വയറിൽ ഇസ്രായേലി പതാകകളേന്തി പ്രതിഷേധക്കാർ ഗാസയിൽ ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ സമാധാനപരമായി മോചിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു കരാർ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ ബന്ദികളെ എല്ലാം മോചിപ്പിച്ചിരിക്കുന്നത് സമാധാനപരമായിട്ടല്ല, അത് നെതന്യാഹുവിൻ്റെ പിടിപ്പുകേടാണ് എന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. എന്തായാലും 63 വയസ്സുള്ള ഒരു പ്രതിഷേധക്കാരൻ പറയുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേൽ ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം നേടാനായില്ല എന്നുള്ള വിമർശനങ്ങളും ഇപ്പോൾ സജീവമായുണ്ട്. ഗാസയിലെ ഭീകരമായ യുദ്ധം കഴിഞ്ഞിട്ട് 1.5 വർഷത്തിലേറെ, പക്ഷേ ഹമാസ് ഇപ്പോഴും അവിടെ അധികാരത്തിലാണ്. അവർക്ക് ഇപ്പോഴും ആയിരക്കണക്കിന് പോരാളികളുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ സമ്പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ കഴിയാത്തത് എന്നും നെതന്യാഹുവിനോട് ഇസ്രായേൽ ജനത ചോദിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.